ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായിട്ടുള്ളവരെ, രക്ഷാകരമായ നോമ്പ് പൂർത്തീകരിച്ച് പീഡാനുഭവത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും കടക്കുവാനായിട്ട് പോകുമ്പോൾ ഇന്ന് നാം ധ്യാനിക്കുന്നത് വളരെ ശക്തമായ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. യേശു ലാസറിനെ ഉയർപ്പിച്ചതായ സംഭവം. ഇത് ഒരു അത്ഭുതം മാത്രമല്ല, യേശു ആരാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശം കൂടെയാണ്. ലാസർ യേശുവിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. ലാസറിൻ്റെ സഹോദരിമാർ മാർത്തയും മറിയുമായിരുന്നു. ലാസർ രോഗിയായി കിടക്കുമ്പോൾ അവർ യേശുവിനോട് വാർത്ത അറിയിക്കുന്നുണ്ട്, കർത്താവേ, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. യേശു താമസിച്ചു. എന്തുകൊണ്ട്? വാർത്ത കിട്ടിയ ഉടനെ യേശു അവിടെ പോകുന്നതായിട്ട് നാം കാണുന്നില്ല. അവൻ 2 ദിവസം കൂടെ താമസിച്ചു. ഇത് നമ്മൾക്ക് ഒരു വലിയ ആത്മീയ പാഠമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉടനെ മറുപടി തരാത്തത് ദൈവം നമ്മെ മറന്നതുകൊണ്ടല്ല. ദൈവത്തിന് തൻ്റെ സമയമുണ്ട്. ദൈവം വൈകുന്നു, പക്ഷേ ദൈവം ഒരിക്കലും തെറ്റിക്കില്ല. ലാസർ മരിക്കുന്നു. യേശു എത്തുമ്പോൾ ലാസർ ഇതിനോടകം 4 ദിവസം കല്ലറയിലായിരുന്നു. മാർത്ത യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇത് പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളല്ലേ. ദൈവമേ, നീ ഇത് മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം എനിക്ക് വരുമായിരുന്നില്ല. പക്ഷേ യേശു മാർത്തയോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഇത് വലിയ ഒരു വാഗ്ദാനമാണ്. യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനം നൽകുന്നവൻ എന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, ഞാൻ പുനരുത്ഥാനം ആകുന്നു എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രിയമുള്ളവരെ, ജീവൻ യേശുവിൽ തന്നെയാണ്. മറിയം കരയുന്നത് കണ്ടപ്പോൾ, ആളുകൾ കരയുന്നത് കണ്ടപ്പോൾ യേശു കരഞ്ഞു. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യമാണ് യേശു കരഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത്, യേശു നമ്മുടെ ദുഃഖം കാണുന്നു, കർത്താവ് നമ്മുടെ കണ്ണുനീരും കാണുന്നു, യേശു നമ്മുടെ വേദനകളെ മനസ്സിലാക്കുന്നു. നമ്മൾ കരയുമ്പോൾ ദൈവം ദൂരെയല്ല എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കണം. യേശു കല്ലറയുടെ മുന്നിലെത്തി പറയുന്നുണ്ട്, കല്ല് മാറ്റുക. മാർത്ത വളരെ ഹൃദയവ്യതയോടുകൂടെ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഇതിനകം ദുർഗന്ധമുണ്ട്, ഏകദേശം 4 ദിവസമായിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇത് നമ്മുടെ ജീവിതത്തിനുള്ള വലിയ സന്ദേശമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പഴയതായാലും സ്ഥിതി മോശമായാലും എല്ലാവരും പ്രതീക്ഷ കൈവിട്ടാലും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. യേശു പ്രാർത്ഥിച്ച ശേഷം വലിയ ശബ്ദത്തിൽ വിളിച്ചു, ലാസറേ, പുറത്തു വരിക. മരിച്ചവനായിരുന്ന ലാസർ പുറത്തു വന്നു. ഇത് നമ്മൾക്ക് ആത്മീയ അർത്ഥം നൽകുന്നത്, ഇത് പലരും പാപത്തിൽ മരിച്ചിരിക്കുന്നു, നിരാശയിൽ മരിച്ചിരിക്കുന്നു, വിശ്വാസത്തിൽ മരിച്ചിരിക്കുന്നു, സന്തോഷത്തിൽ മരിച്ചിരിക്കുന്നു. ഇന്നും യേശു വിളിക്കുകയാണ്, പുറത്തേക്ക് വരിക. ലാസർ പുറത്തു വന്നപ്പോൾ അവൻ കെട്ടിയ നിലയിലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഇവനെ അഴിച്ചുവിടുക. അതിൻ്റെ അർത്ഥം, യേശു നമ്മെ ഉയർപ്പിക്കുന്നു, പക്ഷേ നമ്മെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിയാൻ സഭയും വിശ്വാസികളും സഹായിക്കണം. കെട്ടുകൾ എന്തൊക്കെയാണ്? നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ദുശീലങ്ങൾ, നമ്മുടെ ഭയം, ക്ഷമിക്കാത്ത മനസ്സ്, നിരാശ, കോപം. ഇതിൽ നിന്നെല്ലാം യേശു നമ്മെ സ്വതന്ത്രരാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിയമായ സന്ദേശം, ദൈവം വൈകാം, പക്ഷേ അവൻ നമ്മെ മറക്കില്ല. യേശു നമ്മുടെ കണ്ണുനീര് കാണുന്നു. അസാധ്യമായ സാഹചര്യത്തിലും ദൈവം പ്രവർത്തിക്കും. യേശു ജീവൻ്റെ കർത്താവാണ്. യേശു ഇന്ന് നമ്മെ വിളിക്കുന്നു, പുറത്തേക്ക് വരിക. കർത്താവായ യേശുവെ, ലാസറിനെ ഉയർപ്പിച്ച അതേ ശക്തിയാൽ നമ്മുടെ മരിച്ച വിശ്വാസത്തെ നീ ഉയർപ്പിക്കണമേ. നിരാശയിലുള്ളവരെ ഉയർപ്പിക്കണമേ. പാപത്തിൽ ബന്ധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കണമേ. നമ്മുടെ ജീവിതത്തിൽ നിന്റെ മഹത്വം പ്രകടമാകുമാറാകണമേ. ആമീൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.